സുഹൃത്തുക്കളെ, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശിയും ഇപ്പോൾ കട്ടപ്പന മേഖലയിൽ താമസക്കാരനുമായ ടെഡി ചീരാങ്കുഴിയിൽ എന്ന വ്യക്തിയാണ്. നമ്മുടെ പൂർവികർ ആധുനിക കാലത്ത് ഉപയോഗിച്ചു പോന്നിരുന്ന ഉപകരണങ്ങളുടെ ഒരു നൂറുകണക്കിന് ശേഖരങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതായത് പുരാതന രേഖകൾ, ഉടമ്പടികൾ, ചെങ്കോൽ, പുതുതലമുറ കണ്ടിട്ടില്ലാത്ത നൂറുകണക്കിന് ശേഖരങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. സാറേ, ഞാനേ ഇവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്നൊരു താല്പര്യമുണ്ട്. എന്റെ പേര് ടെഡി ചീരാങ്കുഴി എന്നാണ്. ആന്റണി എന്ന് പറഞ്ഞാണ് എന്റെ ഒഫീഷ്യൽ പേര്. ഞാൻ പത്തനംതിട്ട ജില്ലയില് വെച്ചൂച്ചിറ സ്വദേശിയാണ്. ഇപ്പൊ ഈ കട്ടപ്പനയിൽ ഇപ്പം ഒരു ലേപ്പബിൾ ഡിസൈനർ ബൊട്ടിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഞങ്ങളിവിടെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെയുള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും. അങ്ങനെയുള്ള വർക്കുകളാണ് ഞങ്ങൾ കടയിൽ ചെയ്ത് ഞങ്ങൾ കൊടുത്തുകൊണ്ട്, ഇതാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ടൊരു ഹോബിയുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നും കളയാതെ എല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക്. അതായത് സാധാരണ എല്ലാവരും എല്ലാം നശിപ്പിച്ച് കളയും. ഞാൻ നശിപ്പിച്ച് കളയത്തില്ല. കാരണം ഏകദേശം ഒരു 1938 തൊട്ട് ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഒരു കൂടുതലുള്ള സാധനങ്ങൾ ഒരു 50 വർഷം തൊട്ട് ഒരു 75 വർഷത്തിനിടയ്ക്ക് ഗ്യാപ്പിലുള്ള സാധനങ്ങളാണ്. വിന്റേജ് കാറ്റഗറി ഉള്ളതാണ് എല്ലാം തന്നെ. പിന്നെ കുറച്ച് ആന്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, 100 വർഷത്തിന് മേളിലേക്കുള്ളത്. പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഓരോരുത്തർന്ന് കിട്ടുമ്പോൾ ഞാൻ ഓരോന്നിടത്തൊരു പെട്ടിക്കകത്തിട്ട് വെക്കുമായിരുന്നു. അപ്പൊ അടുത്ത കാലത്ത് എനിക്കൊരു സ്കൂളുകാരൊക്കെ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞോ ഞാനിതെല്ലാം കൂടെ ഒരിടത്തോട്ട് കൊണ്ടുവന്നു. ഇപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കളക്ട് ചെയ്തതാണ് കൂടുതലും. പിന്നെ കൂടുതലും ഓരോ ആൾക്കാർ എൻ്റെ ഈ പ്രോഗ്രാംസ് പലതും കണ്ടതിന് ശേഷം പല വീടുകളും അവർ കളയാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കുറേ ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസും കൂടെ ആണ്, ഒരു കളക്ഷനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് കാണിക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ഇല്ല, എല്ലാം ഇല്ല, എല്ലാ സാധനങ്ങളും ഇവിടെ ഇല്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രം അത്യാവശ്യമുള്ള നമുക്ക് കണ്ടിട്ട് കുറച്ച് നമ്മളെടുത്ത് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് കാണിക്കാമോ? കാണിക്കാം. പഴയകാല മുദ്രപത്രങ്ങളുടെ കുറച്ച് കളക്ഷൻസ് എൻ്റെ അടുത്തുണ്ട്. കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യമേ ഏറ്റവും പഴക്കം എന്ന് തോന്നുന്നത് തിരുവിതാംകൂറിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണ്. അത് താളിയോലകളിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ താളിയോല സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ സ്റ്റാമ്പും കാര്യങ്ങളെല്ലാം താഴെ ഇരിക്കുന്ന ചെറിയ പീസ്. എൻ്റെ മറുവശം ഇത് താളിയോലകളൊക്കെ എഴുതപ്പെടാനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാരായം അല്ലെ എഴുത്താണി എന്ന് പറയും. ഇത് കട്ട് ചെയ്യാനും ഓല കട്ട് ചെയ്യാനും എഴുതാനും വേണ്ടിയുള്ളതായിരുന്നു. ഇത് എഴുതാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് ആശാങ്കടലിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ആശാന്മാർ ഇത് വെച്ചായിരുന്നു ഓലയിലൊക്കെ കരിമ്പനയിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഒരു സ്റ്റാമ്പ് പേപ്പറാണിത്. ഇതിനകത്ത് തിരുവിതാംകൂറിൻ്റെ വാട്ടർ മാർക്കുണ്ട്. ഇതിനകത്ത് ഒറിജിനൽ വാട്ടർ മാർക്ക്, അത് സൂം ചെയ്തിപ്പോൾ കാണിക്കാം. ഇത് 1951 ഇഷ്യൂ ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ, അതായത് ഇതിൻ്റെ കോപ്പിയാണ്. ഒറിജിനൽ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണ്. ഇത് 1951 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണ്, തിരുവിതാംകൂറിൻ്റെ ആധാരമാണിത്. ഇത് 1965 പാലക്കാട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പെറ്റീഷനാണ്. അത് ഉപയോഗിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ മുദ്രപത്രത്തിൻ്റെ റവന്യൂ സ്റ്റാമ്പ്, അതിൽ കേരള എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിച്ചിട്ടേ ഉള്ളൂ. ഇത് ഏറ്റവും പഴയതായിട്ടുള്ളത് 1902 എഴുതിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണത്. 2 അണാസാണ് അതിൻ്റെ വില വരുന്നത്. ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ വില പറയുന്നത്.